മുഖ്യമന്ത്രിയോടുള്ള നിലപാട് മയപ്പെടുത്തുകയാണ് സമസ്ത. സർക്കാരിന് ഇഷ്ടമുള്ള മദ്യനയം കൊണ്ടുവരാമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് അവരാണ്. ഈ സർക്കാർ മാത്രമല്ലല്ലോ മദ്യം കൊണ്ടുവന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരാണ് സമസ്തയുടെയും ഇസ്ലാമിന്റെയും എക്കാലത്തെയും നിലപാടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മദ്യത്തിനെ പറ്റി സമസ്തന്റെ നിലപാട് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സമസ്തൻ്റെ അല്ല, മുസ്ലിം ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം എന്നല്ല ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം, അത് വേറൊന്ന്. അത് അവർ പിന്മാറുന്നുണ്ടോ? അവരിപ്പോൾ നമ്മളെ നോക്കിയിട്ടല്ലല്ലോ സർക്കാർ ഭരിക്കണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് ഭരിക്കണത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ നോക്കിയിട്ടല്ല. അവരുടെ നയം അനുസരിച്ചല്ലോ. സർക്കാരിൻ്റെ നയങ്ങളുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ എതിർക്കപ്പെടാനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അനുഭവിക്കപ്പെടാം. അത്രേ ഉള്ളൂ. ഷാദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാദ്, സമസ്തയുടെ ഭാഷയിൽ വളരെ ഒരു സമവായം പ്രകടമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സർക്കാരിന്റെ നയം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു കണക്കിന് ആ പറയുന്നത് ഒരു ജനാധിപത്യ നിലപാട് കൂടിയാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് സമുദായങ്ങൾ വിശ്വാസികളെ വിലക്കുകയാണ് വേണ്ടത്, സർക്കാരിനെ വിലക്കുകയല്ല വേണ്ടത് എന്നുണ്ട്. പക്ഷേ സമസ്തയുടെ ശബ്ദം പരുവപ്പെട്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ നയം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ സന്ദേശമാണ്. അത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു നയമുണ്ടാകും. ആ നയം അനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അത് കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കിയോ അല്ലെങ്കിൽ സമസ്തയെ നോക്കിയോ അല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കുക. എതിർക്കപ്പെടേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് എതിർക്കപ്പെടുക തന്നെ വേണം. അതല്ല അനുകൂലിക്കേണ്ടതാണെങ്കിൽ അനുകൂലിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. പക്ഷേ സംസ്ഥയുടെ തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥയെ ആഹ്വാനം ചെയ്യുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ സന്ദേശമാണ്. മാത്രമല്ല സംസ്ഥ ഇങ്ങനെയും പറഞ്ഞു വെക്കുന്നുണ്ട്, അതായത് ഈ സർക്കാർ ആദ്യമായിട്ടല്ലല്ലോ ഇത്തരത്തിലൊരു നയം കൊണ്ടുവരുന്നതും, അല്ലെങ്കിൽ മദ്യം വ്യാപകമാക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യമൊക്കെ വ്യാപകമാക്കണം എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ മുന്നേയുള്ള സർക്കാരുകളും സമാനമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനദ്ദേഹം EMSന്റെ കാലം മുതലുള്ള ചരിത്രം വിശദീകരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ നടക്കട്ടെ, അപ്പോൾ നമുക്ക് മറ്റ് തീരുമാനങ്ങൾ കൈക്കൊള്ളാം. പക്ഷേ സമസ്ത എന്ന് പറയുന്ന മതസംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നിലപാടേ ഉള്ളൂ, അത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഷാഹദാണ് വിവരങ്ങൾ നൽകിയത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സർക്കാരിന് ആശ്വാസം നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്.